ഹായ് ഹലോ. ഇന്ന് ഞാനൊരു കിഴിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കിഴി എന്ന് പറഞ്ഞാൽ ഈ കിഴിയിലാണ് നമ്മളിന്ന് പച്ചക്കറീൻ്റെ തൈ വെക്കുന്നത്. അപ്പോൾ ഈ കിഴിക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്: മണ്ണ്, ചാണകപ്പൊടി, വെണ്ണൂറ് മിക്സ് ചെയ്തത്, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഇതൊക്കെ കുറേശ്ശെ മതി കേട്ടോ, അധികമൊന്നും വേണ്ട. പിന്നെ കുറച്ച് ചകിരിച്ചോറും, പിന്നെ ഒരു സാധനം കൂടി ഇതിലേക്ക് വേണം കേട്ടോ, ഞാൻ മറന്നു ഇതിൽ കാണിക്കാൻ. നമ്മൾ കമ്പോസ്റ്റാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ്. അത് എല്ലാവരും വീട്ടിലുണ്ടാക്കാം കേട്ടോ. വെറും പച്ചക്കറിയും പഴങ്ങളെ തോലും അതൊക്കെ വെച്ചിട്ടുള്ള വേസ്റ്റ് ഇട്ടിട്ടുള്ള കമ്പോസ്റ്റാണ്. ആരും ഫുഡൊന്നും ഇടരുത് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിൽ. അപ്പോൾ ആദ്യം മണ്ണിട്ടു, പിന്നെ നമ്മൾ ചാണകപ്പൊടി ഇട്ടു. ഞാനിങ്ങനെ ഒരു ഉള്ളിച്ചാക്കാണ് എടുത്തേക്കണത് കേട്ടോ. നമുക്ക് ഉള്ളിച്ചാക്കല്ല ശരിക്കും വേണ്ടത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളിച്ചാക്ക് കിട്ടിയപ്പോൾ ഞാൻ അതിലുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ശരിയാവുകയാണെങ്കിൽ നമുക്ക് മാറ്റാം. ഇത് നമ്മളെ കമ്പോസ്റ്റാണ് കേട്ടോ, വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റാണിത്. എന്നുണ്ടെങ്കിൽ നല്ലൊരു വളമാണ് കേട്ടോ. മണ്ണ് വാരിയിടണ മാതിരിയിടാൻ നമുക്ക് പൊടിയായ കമ്പോസ്റ്റാണ്. ഇതെല്ലാവർക്കും നമ്മളെ വീട്ടിലുണ്ടാക്കുക. പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇത് കുറേശ്ശെ മതി കേട്ടോ, അധികമൊന്നും വേണ്ടത്. കമ്പോസ്റ്റൊക്കെ നമുക്ക് എത്ര ഇടാം കേട്ടോ. പച്ചക്കറി വേസ്റ്റിൽ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റല്ലേ, നല്ലൊരു വളമാണത്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചകിരിച്ചോറും കൂടെ ഇടുന്നുണ്ട്. ഈ ചകിരിച്ചോറ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ചകിരിച്ചോറ് നമ്മളിനി വെള്ളം പാരുമ്പോൾ നമുക്ക് ആ വെള്ളത്തിനവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട്, അതിൻ്റെ അടിഭാഗത്ത് വെള്ളം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചകിരിച്ചോറ് ഇടുന്നത്. ചകിരിച്ചോറ് എപ്പോഴും വെള്ളം കുടിച്ചോടെ നിൽക്കുമല്ലോ. നമ്മളിങ്ങനെ കിഴി കിട്ടി നോക്കുമ്പോൾ കുറച്ച് കമ്മിയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കമ്പോസ്റ്റും കുറച്ച് പോട്ടി മിക്സും കൂടെ ഇടാം അതിൻ്റെ അടിഭാഗത്ത്. അപ്പോൾ ഞാനിത് അങ്ങനെ കമ്പോസ്റ്റ് ഇട്ടു, കുറച്ചും ചാണകപ്പൊടിയും വെണ്ണൂറും മിക്സ് ചെയ്താണ്, അതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു വളം ഇടൂല കേട്ടോ. ഇനി ഈ വളമ മാത്രമേ ഉള്ളൂ ഈ ചെടികൾക്ക് ഉണ്ടാവുക. ഇനി നമ്മൾ വെറും വെള്ളം ഒഴിച്ചു കൊടുക്കുള്ളൂ. 2 നേരം കുറേശ്ശെ വെള്ളം നനച്ചു കൊടുക്കുക, വേറെ ഒന്നും വേണ്ടതിന്. ഞാനിത് കണ്ട ചാനലിലൊക്കെ ഉണ്ടല്ലോ, എന്ത് ഉഷാറായിട്ടാണ് അറിയാം ഓരോ പച്ചക്കറിയൊക്കെ നിൽക്കുന്നത് ഈ കിഴിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട്. നമ്മളിതിന് ചെറിയൊരു ഹോളുണ്ടാക്കുക, ഇതിനെ നടുക്ക് ഈ ചാക്കിൻ്റെ മുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ അതിലാണ് നമ്മൾ എന്ത് തയ്യാണ് വെക്കുന്നത് വെച്ചാൽ ആ തൈ നട്ട് കൊടുക്കുന്നത്. ഞാൻ ഒരു തക്കാളി, ഒരു മുളകും തൈയാണ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിലൊരു തക്കാളി തൈയും ഇതേമാതിരി ഒന്നും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അതിലൊരു മുളകും തൈയും. രണ്ടും നമ്മൾ വെച്ചെടുത്തിട്ട് നോക്കട്ടെ. ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇനി ഈ പച്ച നെറ്റ് വാങ്ങിയിട്ടുണ്ടാക്കാം. ഇത് ഉള്ളിച്ചാക്കല്ല ഇതിന് വേണ്ടത്. നമ്മളെ വീട്ടിലൊക്കെ ഈ പച്ച നെറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ വാങ്ങാൻ കിട്ടുമല്ലോ, അതാണ് ഇതിന് ഉണ്ടാക്കാൻ വേണ്ടത്. ഇത് കണ്ണി അകലം കൂടുതലാണല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനത്തെ നെറ്റ് തുണിയാണ് വേണ്ടത്, ആ പച്ച നെറ്റ്. എൻ്റെ അടുത്ത് ഉണ്ട്, ഞാനിപ്പോൾ മുറിക്കണ്ടേന്ന് വിചാരിച്ചിട്ട്, പുതിയതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. നമുക്കിത് ശരിയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ പച്ച നെറ്റ് വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാനിതിതാ ഒരു തക്കാളി തൈയാണ് കേട്ടോ ഫസ്റ്റ് വെച്ചെടുക്കുന്നത്. അതിൽ വെച്ച് നമ്മൾ ആ മണ്ണെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് അതിലുള്ള അത് നീക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നനച്ചിട്ട് ഒരു 4 ദിവസം നമ്മൾ തണുപ്പത്ത് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് വാടിപ്പോവും. 4 ദിവസം തണുപ്പത്ത് ഇരുന്നിട്ട് നമ്മൾ പിന്നെ ഇത് വെയിലത്തേക്ക് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ തക്കാളിയൊക്കെ അതാ ശരിയായില്ലേ. അങ്ങനെ നമ്മൾ ഒരു മുളകും തൈയും പാടെ നട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ മണ്ണും ഇതേമാതിരി തന്നെ പൊട്ടി മിക്സ് എല്ലാം ഇതേമാതിരി നനച്ചിട്ട് ഒരു ചട്ടിയിൽ ഒരു മുളകും തൈയും കൂടെ ഞാൻ നട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ മുളകും തൈയും തക്കാളി തൈയും. ഞാനിത് ഉണ്ടാവട്ടെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.